അന്ന് ഒരു ന്യൂ ഇയർ രാത്രിയായിരുന്നു. അവിടെ ഞങ്ങളൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും. അവര് റൂമിലുണ്ടാവും, അല്ലാണ്ട് അവിടെ പോവാനാ. ന്യൂ ഇയർ ആയിട്ട് ഇന്നും തമ്പുരാട്ടികൾ ഇറക്കിയതിന് ഇരിപ്പാണോ? ഞാൻ എന്തായാലും പോയി നോക്കിട്ട് വരാം. നിനക്കെന്താ അവനോട് നോ പറയാൻ ഇത്ര പേടി? അല്ലെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കിക്കൂടെ? ഞാൻ നോ പറഞ്ഞാലോ ബ്ലോക്ക് ചെയ്താലോ പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടാകാൻ പോകില്ല അഞ്ജു. ഈ സാം എന്ന് പറയുന്നവൻ എന്റെ വകയിലൊരു ബന്ധുവെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ കുറച്ചു കാലമായിട്ട് വലിയ ശല്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളോട് ആരോട് ഇത് പറയാതിരുന്നത്. ഇപ്പൊ എന്റെ വീട്ടുകാർക്ക് ഇതെന്റെ തലയിൽ എങ്ങനെയും ഇടണം. അവൻ ഇച്ചിരി ബാക്ക്ഗ്രൗണ്ടുള്ള കൂട്ടത്തിലാണ്. ഓ പിന്നെ ഒരു പെൺകുട്ടിയെ ഫോഴ്സ് ചെയ്ത് തല കെട്ടി വെക്കാനൊന്നും ഇപ്പൊ ആർക്കും പറ്റില്ല. ഹിമേ, അല്ല ന്യൂ ഇയർ ആയിട്ട് ഇതിന്റെ ഉള്ളിൽ ഇരിക്കാനാണോ പ്ലാൻ? നീ നടന്നോ, ഞങ്ങൾ വരാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളൊന്ന് പെട്ടെന്ന് വന്നേ. ബാക്കി വഴക്കും ബഹളമൊക്കെ അടുത്ത വർഷമാവാം. നിമ്മി, അവളെവിടെ? അല്ല അഞ്ജു, എവിടെ നിന്റെ പാർട്ടി? ഓ അത് ഞാൻ മറന്നുപോയി. ഞാനൊന്ന് അച്ഛനെ വിളിക്കട്ടെ. എന്തായി മക്കളെ സെലിബ്രേഷൻ? വിളിക്കണ്ട അച്ചായൻ എത്തി. ഇന്ന് നമ്മളെല്ലാവരും കൂടി പൊളിക്കൂട്ടാ. സെലിബ്രേഷൻ എത്തിയല്ലോ. ആ എല്ലാരും വന്നിട്ടല്ലോ. ഞങ്ങള് നേരത്തെ എത്തി. ബീറ് മാത്രമേ ഉള്ളൂ, വൈനൊന്നും കിട്ടിയില്ല ചായ. വൈനൊന്നും കിട്ടിയില്ല മോളെ. ഇതന്നെ സംഘടിപ്പിക്കാൻ പറ്റ പാട് അച്ചായനെ അറിയുള്ളോ. ഞാനൊരു കാര്യം പറയാം. ഇന്ന് ന്യൂ ഇയർ ആണ്. നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആദ്യത്തെ പുതുവർഷം. എല്ലാ ടെൻഷനും മാറ്റി വെച്ച് നമ്മളിന്ന് അടിച്ച് പൊളിക്കും, അല്ല ചായ? പിന്നല്ല, തകർക്കണ്ട് അച്ചായനിലെ കൂടിയുള്ളത്. മക്കളെ, അക്ക ഈ ബീറിന്റെ ഒരു കലവരുടെ അറിയുന്നത്. അച്ചായൻ കുറച്ച് ഭക്ഷണം കൊണ്ടു തന്നു, അത് ഞങ്ങൾ കഴിച്ചു. അത്ര ഉള്ളോട്ടാ. എന്തായാലും നമ്മൾ വിളിക്കും. കം. അതൊക്കെ ഞങ്ങൾ ഏറ്റ ചായ. സത്യത്തില് നമ്മളിങ്ങനെ കൂടുമ്പോഴാ ജീവിക്കാനുള്ള തോന്നല് വരാറ്. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഇതുവരെ പോവാൻ പോലും പറ്റിയിട്ടില്ല. നമ്മുടെ പ്രാരാബ്ദവും വള്ളിക്കെട്ടും ഒക്കെ കഴിയുമ്പോഴേക്കും മോളിന്ന് വിളി വന്നിട്ടുണ്ടാവും. അതിനിടയ്ക്കാണ് ഏതൊരു കോള് വന്ന് ഡിസ്റ്റർബ്ഡ് ആയ ഹിമയോട് ഇച്ചിരി മൂഡിലായി അഞ്ജു ചെന്ന് എന്തോ പറഞ്ഞത്. ഹലോ സാറുമാരെ, ഇവിടെ ഒരാളെന്നെ പ്രപ്പോസ് ചെയ്യണു. അവക്ക് ഞാൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അത്രേ. ഇപ്പൊ ഇവിടെ ഒരു കെട്ട് നടക്കുവേ. നീ ഒന്നാ മ്യൂസിക് പ്ലേ ചെയ്തേ, മൂഡ് കളയാനായിട്ട്. ഒന്ന് പോയല്ലോ. ഹിമ, ഞാൻ കിക്കി പറഞ്ഞതല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ആണോ മോളെ? നീ സീരിയസ് ആയി പറഞ്ഞാണോ? എന്റെ പൊന്നഞ്ചു, നമ്മള് തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ്. ശരി തന്നെ, എനിക്ക് നിന്നെയും ഇഷ്ടമാണ്. എന്ന് വിചാരിച്ച നീ ഇപ്പൊ ഏത് റൂട്ടിലാ വണ്ടി ഓടിക്കുന്നതെന്ന് അറിയോ? ഒരുമിച്ച് ജീവിക്കണമെന്നുള്ളോട് നീ എന്താ ഉദ്ദേശിക്കുന്നത്? വിവാഹം കഴിക്കാനാണോ? ഒരു നാറിയുടെ ശല്യം കൊണ്ട് തന്നെ കല്യാണമേ വെറുത്തിരിക്കുന്ന അവസ്ഥയിലാ ഞാൻ. അതിന്റെ ഇടയിലാ നീ. പിന്നെ ഒന്നാമത് ഞാനൊരു ലെസ്ബിയൻ അല്ല. സോ എന്നെ വെറുതെ വിട്ടേക്കും. എങ്കിൽ നീ പോയി ആ ഭ്രാന്തനെ കെട്ടി അവന്റെ അടിമയായി ജീവിക്കേ. നിന്റെ ഒക്കെ കൂടെ ജീവിക്കുന്നതിലും എന്തുകൊണ്ടും നല്ലത് അവന്റെ അടിമയായി ജീവിക്കുന്ന. ഒന്നുമില്ലെങ്കിലും ഒരാണിന്റെ കൂടെ ജീവിക്കുന്നതെന്നുള്ള അഭിമാനങ്ങളും ഉണ്ടാവുമല്ലോ. നിനക്ക് എന്താടാ വേണ്ടേ? ഞാൻ അവളെ കെട്ടാൻ പോകുന്നോളാം. പേര് അഞ്ജു. ഞങ്ങൾ മുടിഞ്ഞ പ്രണയത്തിലാ. ഇനി എന്തെങ്കിലും അറിയണോ? ഇത് അവളെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്ന ആ തെണ്ടിയാ സാം. ഓ അവനാണോ? എങ്കിൽ ആ ഫോണിങ് ബാക്കി ഞാൻ പറയും. എടാ പട്ടി തെണ്ടി ചെറ്റ്.
ഓള് ഇപ്പൊ എന്തായി? നീ ഹാപ്പിയായില്ലേ? നല്ലൊരു ദിവസമായിട്ട്. എന്തൊക്കെയായാലും നീ ഹിമയെ തല്ലേണ്ടിയിരുന്നില്ല. ഒരു കാര്യം ചെയ്യ്, നീ അവളോട് പോയി സോറി പറഞ്ഞിട്ട് പ്രശ്നം സോൾവ് ആക്കാൻ നോക്ക്. ചെല്ല്, പോയിട്ട് വാ. നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ പറ്റിപ്പോയതാ. സോറി. സാരമില്ല, ഞാനും ബോധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. ശരിക്കും ഞാൻ നിന്നോടാ സോറി പറയണ്ടേ. ഞാൻ നോക്കട്ടെ. അല്പസമയം കഴിഞ്ഞപ്പോൾ അഞ്ചു മാത്രം മുകളിലേക്ക് കയറി വന്നു. ആ സമയത്ത് അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹിമയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ടുണ്ടെന്നും സമയമാകുമ്പോൾ അവളെ ചെന്ന് വിളിച്ചാൽ മതിയെന്നും അഞ്ചു ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആഘോഷങ്ങൾ ആരംഭിച്ചു. മുക്കാലാ നല്ല ഓണാവേണ്ട സമയത്ത് ഓഫായി കിടക്കണം എല്ലാവരും. ഹലോ മക്കളെ, എനിക്ക് നല്ല ടീമാട്ടാ നിങ്ങള്. എണീറ്റേ സമയായി. എടേ 11:15 പോയി ഹിമയെ വിളിച്ചിട്ട് വാ. എന്നാ ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് വരാം. കേക്ക് എടുക്കാം. പഠിച്ച കള്ളിയാവള്, എന്തും ചെയ്യാൻ മടിക്കാത്തവള്. ചിലരങ്ങനെയാണ്. ആഗ്രഹിച്ചത് നേടാൻ പറ്റിയില്ലെങ്കിൽ മറ്റാർക്കും സ്വന്തമാവാത്ത വിധം അവരതിനെ ഇല്ലാതാക്കും. പക്ഷേ ഇത്തരം മനസ്സുകളെ മാറ്റി ചിന്തിപ്പിക്കാൻ ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ ആ രീതിയിലാണ് കാണുന്നത്. പക്ഷേ ബോബി, ഇവിടേക്കുള്ള അവളുടെ വരവ് അവൾ എന്തൊക്കെയോ മനസ്സിൽ ഓർപ്പിച്ചിട്ടാ. ചിലപ്പോൾ അത് ഞങ്ങളെ തേടിയാവാം. എനിക്കും ഇപ്പം അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവളൊരു ഫേക്ക് ഐ ഡിയിൽ നിന്നാണ് ഈ കൂടലിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവളുടെ ഒരു പ്ലാൻ ഇവിടെ നടക്കാൻ പോകുന്നില്ല. പോരെ, നിങ്ങൾ അതൊക്കെ വിട്. നമ്മുടെ നൈറ്റ് പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങാറായി. അങ്ങോട്ട് ഇല്ലേ? എൻ്റെ പൊന്നിയേട്ടാ, നിങ്ങൾ ഈ ക്യാമ്പിലില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയിരുന്നു. നീ മാത്രല്ലടാ, ഞങ്ങളും. അതെന്തായാലും ആട്രാ, നീ ഇങ്ങോട്ട് ഒഴുക്കി. രണ്ടെണ്ണം അടിച്ചില്ലേ പിന്നെ എന്തെന്നും മതി. ഇപ്പൊ ഹലോ ഹലോ, ഇവിടെ എന്താ പരിപാടി? ഈ ക്യാമ്പിലൊന്നും നടക്കില്ലെന്നറിയില്ലേ? അത് ശരി, നിങ്ങളും കൂടെ ഉണ്ടായിരുന്നോ? അത് പിന്നെ ഞങ്ങള് വെറുതെ. ഒന്നും പറയണ്ട, ഒന്നും ഇങ്ങോട്ടേക്ക്. നിങ്ങളാണ് ആശാന ഈ ക്യാമ്പിന്റെ ഐശ്വര്യം. വെള്ളം വേണ്ട. ഇവനാള് കൊള്ളാലോ. മേനോൻ സാർ എവിടെ ചേച്ചി? അപ്പുറത്തെങ്ങാനും കാണും. പാട്ടുള്ളായിരുന്നു, അടിപൊളിയായിരുന്നു.
ഓട്ടോട് നന്നായില്ലേ ഭയങ്കര തണുപ്പ് അട്ടപ്പാടിയല്ലേ ഇവിടെ ഒന്നും ഇങ്ങനെ റേഞ്ച് കിട്ടുന്നില്ല അവിടെ. അതുകൊണ്ട് നീ ഇത്ര സമയം അടങ്ങിയിരുന്നില്ല. എല്ലാവരും ശ്രദ്ധിച്ചേ, ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. അത് വേറൊന്നുമല്ല, ഒരു നൈറ്റ് ഡ്രൈവ്. ഇവിടെ കാടിനപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ വർഷം തോറും നടന്നു വരുന്നൊരു ഉത്സവമുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള ആചാരമാണത്. നമ്മുടെ ഭാഗ്യത്തിന് ഇന്നാണ് ആ ഉത്സവത്തിൻ്റെ അവസാന ദിവസം. അപ്പോൾ ന്യൂ ഇയർ ആഘോഷത്തിന് ഇനി സമയമുണ്ടല്ലോ. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് മാത്രം ഞാൻ വണ്ടി അറേഞ്ച് ചെയ്യാം. ബാക്കി എല്ലാവരും കൂടെ വിശ്രമിച്ചോളൂ. അപ്പോൾ സന്തോഷം പടരട്ടെ. എടി ഞാനെന്തായാലും പോകുന്നുണ്ട്. കുറച്ചുകൂടി ഷൂട്ട് ചെയ്യാലോ, നല്ല വൈബായിരുന്നു. ഓൺലൈനൊക്കെ പെട്ടെന്ന് താഴേക്ക് വാ. യൂട്യൂബ് താഴെ വരും. നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടോ? ഞാൻ പോകുന്നില്ല. ഓണറൊക്കെ പോയിക്കോട്ടെ, നമുക്ക് ബാക്കി സാധനം അടിച്ചു തീർക്കാം. ഞാൻ എന്തായാലും പോകുന്നുണ്ട്. എനിക്ക് നല്ല കപ്പാസിറ്റി. ആ പോയിട്ടോ. അല്ല നിങ്ങൾ ഇവിടെ ഇരിക്കാനോ? ആ എന്നാ ഞങ്ങൾ വീട്ടിൽ പെട്ടെന്ന്. ഹൈ, നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾ വരുന്നില്ല ബോബി, ഒന്നിനൊരു മൂടില്ല. ഹാ, നിങ്ങളിങ്ങനെ ചടച്ചിരുന്ന എങ്ങനെ മൈൻഡ് സെറ്റാവും? ഈ നിലാവുള്ള രാത്രിയിൽ കുന്നും മരയും താണ്ടിയുള്ള ഒരു ഓഫ് റോഡ് ട്രിപ്പിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ജീവിതത്തിൽ വേറെ കിട്ടത്തില്ല. ദേ, ഞാൻ എന്തായാലും പോകുന്നുണ്ട്. എവിടെ ഒരു കമ്പനിക്കെങ്കിലും കൂടെ പാടോ? നമുക്ക് പോവാടി. അല്ലെങ്കിൽ ഇവർ വരുന്നവരെ ഇവിടെ നമ്മളും ബോറടിച്ചിരിക്കേണ്ടി വരും. അതും ശരിയാ, റേഞ്ച് പോലും ഇല്ലാതെ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എന്നാ ശരി, പോകാം. അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി വേറെ വർത്താനമില്ല, നമ്മൾ ഒരുമിച്ച് പോകും.